ഡോക്ടർ പി വിജയകുമാർ, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ നേരത്തെ ആ റിപ്പോർട്ടിലേക്ക് പോയ സമയത്ത് ഞങ്ങളുടെ റിപ്പോർട്ടർ അർജുൻ കല്യാട് പറയുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ മഴയ്ക്ക് യാതൊരു ശമനവുമില്ല എന്നുള്ളതാണ്. നേരത്തെ ശേഖർ കുര്യാക്കോസ് അടക്കം പറഞ്ഞു ഇതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടാനുള്ള സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ മഴ ഇതേ നിലയിൽ തന്നെ വീണ്ടും തുടരുന്ന സാഹചര്യം ആശങ്കയുണ്ടാക്കുന്നതാണോ? തീർച്ചയായിട്ടും ഉത്തര കേരളത്തിൽ നമുക്ക് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട്, രണ്ട് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്ര മഴ മേഖല അവിടെ അതിനു മുമ്പ് അത് കുറച്ചുകൂടി വടക്ക് നമ്മളുടെ കൊങ്കൺ കാടുകളുടെ പ്രദേശത്തായിരുന്നു. ഒരു ദിവസത്തിൽ ഒരു ത്രഷോൾഡിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു തീവ്ര ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത്. രണ്ട് ഹോട്ട്സ്പോട്ടാണ് നമുക്ക് ഈ വെസ്റ്റ് കോസ്റ്റിലുള്ളത്. ഒന്ന് നമ്മളുടെ ബോംബെ തീരത്ത്, മറ്റൊന്ന് നമ്മളുടെ കൊങ്കൺ തീരത്ത്. മുമ്പത്തെ 2000-ന് മുമ്പ് നടത്തിയിട്ടുള്ള പഠനത്തിൽ 14 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡിന് താഴെ തീവ്ര മഴ പെയ്യുന്ന പ്രദേശങ്ങൾ കുറവായിരുന്നു. അതായത് കേരളത്തിൽ തീവ്ര മഴ പെയ്യുന്ന ലൊക്കേഷൻസ് കുറവായിരുന്നു എന്നുള്ളതാണ് പ്രശസ്തമായിട്ടുള്ള ഒരു പഠനത്തിൽ 2000-ന് മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ കാണുന്നത്. പക്ഷെ ഈ 2010 മുതൽ ഇങ്ങോട്ടുള്ള നമ്മളുടെ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊങ്കൺ പ്രദേശത്തുണ്ടായിരുന്ന തീവ്ര മഴ മേഖല കണ്ണൂർ, കാസർഗോഡ്, വയനാട് പ്രദേശത്തേക്ക് വ്യാപിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഇപ്പൊ മൺസൂൺ സമയത്ത് കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ഒരു ദിവസം 10-20 സെന്റിമീറ്റർ മഴ കിട്ടുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടി പരിഗണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തര കേരളം ഒരു ഹോട്ട്സ്പോട്ട് ഓഫ് മൺസൂൺ, ഹെവി മൺസൂൺ അല്ലെങ്കിൽ എക്സ്ട്രീം മൺസൂൺ റെയിൻഫോൾ സ്ഥലമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ ഭൂപ്രകൃതി, ഈ പറയുന്ന മലയോര മേഖലയാണ് എന്നുള്ളതും അവിടെ പെയ്യുന്ന മഴയുടെ അപകട സാധ്യത കൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അവിടെ ഒരു മഴ ഹോട്ട്സ്പോട്ട് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള തീവ്ര മഴ മൺസൂൺ സമയത്ത് തുടരാനാണ്, കൂടി വരാനാണ് സാധ്യത. ശരി, ഇപ്പോൾ ഡിബേറ്റ് വിത്ത് മാധു സജി.